ഞാനാണോ? ഈ വീടിന് മണ്ണ് ചുമന്ന അമ്മച്ചിയാണോ? ഞാൻ തന്നെയല്ല. അതെവിടുന്നാ ചുമന്നേ? എവിടുന്നായിരുന്നു? കണ്ണാലേന്ന്. ഇവിടുത്തെ കണ്ണാലേന്നോ? അവിടെ മണ്ണുണ്ടായിരുന്നോ? അവര് ഈ ഒഴുക്കത്ത് മണ്ണ് കോരി ഒഴുകി തൊണ്ടിക്കൂടെ ഒഴുകി ചെന്നിങ്ങനെ അവിടുന്ന് കിടക്കും. താഴത്തെ കണ്ണാളക്കാരനാണ്. അവിടുന്ന് കോരിയെടുക്കുന്ന കഴിയുന്ന അവിടുന്ന് പറഞ്ഞത് മറന്നു. എടി അമ്മയുടെ അമ്മയ്ക്ക് ഇഷ്ടമില്ല. അമ്മയുടെ ഇച്ചാച്ചനെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. അമ്മയ്ക്ക് ഇഷ്ടമുള്ളത് ഇച്ചാച്ചനെ മാത്രമാണ്. വേറെ ആരെയും അതിനെ മാത്രമേ എനിക്ക് ഇഷ്ടമുള്ളൂ. അതിന് അമ്മ ഭയങ്കരയായിരുന്നു. അമ്മയുടെ സ്വഭാവമായിരുന്നു അമ്മയുടെ അമ്മയ്ക്ക്. അതുകൊണ്ടല്ലേ അമ്മയ്ക്ക് ഇഷ്ടമില്ലാഞ്ഞ്. അമ്മയുടെ സ്വഭാവമായിരുന്നു അമ്മയുടെ അമ്മയ്ക്ക്. അതുകൊണ്ടാണ് അമ്മയ്ക്ക് അമ്മേനെ ഇഷ്ടമില്ലാത്തത്. മറിയമ്മ എന്നോട് പറയുന്നു, ചേച്ചി പുതുതായിച്ചൊക്കെ പറ്റിച്ച് ഉള്ളിയ വെച്ചിട്ടുണ്ട്, കളച്ചിക്കൊണ്ട് ഉള്ളിയ വെച്ചിട്ടുണ്ട്. ചോറ് വിളമ്പി തരുമ്പോഴത്തേക്കും പറയും, ഞാൻ കഷായം മേടിക്കാൻ പോകുന്നതാണ് മുട്ടമ്പലത്തെ പോയേറ്റ് വരുമ്പോൾ ഇച്ചാച്ചനെ വീട്ടിലുണ്ടെന്നൊരു തിങ്കളാഴ്ചയും വരും, വ്യാഴാഴ്ചയും ചാച്ചൻ കാണിയാണ്. ചാച്ചനുണ്ടെന്നൊരു വരുമ്പോഴേ തലേലെണ്ണയും ഒഴിച്ച് വരും. പിന്നെ കുളിച്ചേച്ച് വാ, എന്നിട്ട് ചോറും തേച്ച് വെമ്പടിച്ച് പോകാം അവളെന്നും പറഞ്ഞു. അമ്മയാണെന്നും പറയാലോ ഒഴിയെ കൊണ്ടുപോയി ഇതൊക്കെ കൊടുക്കാതെ. എന്നാ നല്ലതല്ലേ? ഞാൻ ചോദിക്കുമല്ലോ, അമ്മയ്ക്ക് മക്കളിൽ അഞ്ഞിട്ടല്ലേ വീട്ടിൽ ചേർച്ചേനീച്ചുമാരില്ല അഞ്ഞിട്ടല്ലേ ഒന്ന് ചോദിക്കേ ഈ ജീവിതം പെരുമാറും. ഞാൻ അതാ അമ്മ ഈ ഉരുളിക്കടിയിലൊക്കെ വെച്ച് പഠിച്ചു പോയത് അല്ലേ? അമ്മ ഈ മീൻവറുത്ത വെക്കുവേ, ഉരുളിയുടെ അടി കൊണ്ട് വെക്കുവോ? അമ്മ ചോറുമറ്റൊക്കെ പാത്രം നിറഞ്ഞ് വെക്കുമ്പോൾ ചേട്ടൻ ചോദിച്ചു, എങ്ങനെയാടി എനിക്ക് ഇത്ര ചോറ് വെക്കുന്നത്? നിറച്ച് പറയുന്നു, നമ്മൾ രണ്ടും കൂടെ അല്ല ഒന്നും ചേട്ടനുണ്ട് അമ്മയ്ക്ക് കൊടുക്കും. അതിന് ചേട്ടൻ്റെ ചോറിനകത്ത് എണ്ണ ഒഴിച്ച് ഉപ്പ് ഒഴിച്ച് ഇളകി കരിയാണ് തിന്നുന്നത്. അത് തിന്നാനായിട്ടാണ് അമ്മ ഇരിക്കുക. ഉപ്പും എണ്ണയോ? എണ്ണ ഉപ്പൊക്കെ ഒഴിച്ചാൽ അത് അമ്മയ്ക്ക് ഇഷ്ടമാണ്. അതിന് ഏറെ ചോറ് കൊടുക്കും വെട്ടുവിന്. അതിനകത്ത് എന്നാത്തിനാണ് അത് മിച്ചം മേടിച്ച് തിന്നെ. അങ്ങനെ അമ്മ തിന്നുന്നതൊക്കെ കണ്ടിട്ടൊക്കെ ഉണ്ട്. ഞാനൊന്നും വേണ്ടിയല്ല, ചിന്നയൊന്നും വേണ്ടിയല്ല. ഞങ്ങൾ രണ്ടും ഉള്ളല്ലോ, ചെയ്യാൻ കുഞ്ഞല്ലേ അന്ന്. ചിന്ന കട്ട് തിന്നിയല്ലേ? ചിന്ന എല്ലാ സാധനവും കട്ട്. ചേച്ചി എന്നെ കെട്ടിച്ചു കൊടുത്തില്ല. അല്ലല്ലേ, ചിന്ന കട്ട് തിന്നിയല്ലേ? ചിന്ന വെച്ചിട്ട് പോകുന്നതെല്ലാം കട്ട് തിന്നിയല്ലേ? ചിന്നപ്പേരമ്മേ കട്ട് തിന്നിയല്ലേ? എൻ്റെ കുഞ്ഞാ കൊണ്ടി കൊണ്ട് തെങ്ങമ്പടിക്കാരുടെ ഞങ്ങൾ പാട്ടത്തിന് വിളിച്ച പറമ്പിൻ്റെ കൂടെ തൊണ്ടുണ്ട്. ആറ്റിൽ നിന്ന് അങ്ങോട്ട് കൂടിയിട്ട് മീൻ പിടിച്ച് കൊണ്ടുവന്ന് വെച്ചു. ചെമീന് അല്ല കൊഞ്ചു പിന്നെ പുളിയിട്ട് പച്ചമുളകും ഉള്ളിയും കരിവേപ്പിലയൊക്കെ കൂടെ ഇട്ട് വേവിച്ച് വെച്ചിരിക്കുക തലേ ദിവസത്തെ. ഈ ചിന്നി എന്നാ ചെയ്തതെന്ന് പറഞ്ഞാൽ അതിൻ്റെ വിഷം മുഴുവൻ വെച്ചിട്ട് കൊഞ്ചിൻ്റെ കറുപ്പയും മുളകും എല്ലാം അവിടെ വെച്ചു, പച്ചമുളകും അതിക്കപ്പം. അയ്യോ ഞാനിനി എൻ്റെ അമ്മ ഞാനിനി എന്താ ചെയ്യുന്നോ അതേ മരുമടുത്തേക്ക് കൊടുക്കണ്ടേ? പിന്നെ വറക്കാനുണ്ടോ അല്ലേ? തിന്നോരാരും ഇല്ല. അമ്മേനെ പഴി വെച്ചോ? അമ്മേനെ പഴി വെച്ചോ? ഞാൻ കൂടുന്നില്ല. ഇവിടുത്തെ വല്ലതും ഉണ്ടാക്കി വെച്ചിട്ടാ ഞാൻ എടുത്ത് തിന്നുന്നുണ്ടോ? ഇല്ല. ഇതുപോലെയാ ഞാൻ അവിടെ അങ്ങോട്ടുണ്ടല്ലോ.
അമ്മ ഈ കൊഞ്ചിൻ്റെ വിഷമെല്ലാം കൂടെ പെരക്കി തിന്നച്ചു പുളിയും ചാറും പറക്കയും തലയൊക്കെ കൂടെ കഴിച്ച് കൊണ്ട് വഴക്കറി. അപ്പം പിറ്റേ ദിവസം ഒരു കൊഞ്ച് കിട്ടി കൂടിനകത്ത്. അക്കരെ ഇടുന്ന കുറമാതൂരക്കരെ മാളിയേക്കാരുടെ ഞങ്ങളുടെ ബാത്റൂമിനെ പിടിച്ച പറഞ്ഞു ഇന്ത്യങ്ങളെ കൊണ്ടില് കൂടിയിടുന്നു. ഒരു കൊഞ്ച് കിട്ടി. ആ കൊഞ്ച് അവിടെ വെച്ചിട്ടില്ല. ഞാനിനി എന്നാ ചെയ്യുന്നോ ഇതാരാണെന്നാ എടുത്ത് തിന്നുന്നത്, ആരാ എടുത്ത് തിന്നതെന്ന് ചോദിച്ചോട്ടെ. അമ്മ നേരം വല്യപ്പം പറഞ്ഞു, എടി കുഞ്ഞേരി നീ വിരമിക്കൊന്നും വേണ്ട, നിൻ്റെ ചിന്നമകളാ തിന്നതാ. ഉരലിട്ട് കയറി മതി, ചെറിയ മരയോറില്ല, ഞങ്ങൾക്ക് കല്ലറിയൊന്നുമില്ലായിരുന്നു. ഉരലിട്ട് കയറി കുറിയാൻ എടുത്ത് തിന്നുന്നത് ഞാൻ കണ്ടതാണ് പറഞ്ഞു. അതുകൊണ്ട് അമ്മ രക്ഷപ്പെട്ടു. അതുകൊണ്ട് അമ്മ രക്ഷപ്പെട്ടു. അല്ലല്ലേ എന്നെ ഒന്നും പറയല. പറയാലോ. ഞാൻ